സാർ നമ്മുടെ ജോർജ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു മൈക്ക് മാറ്റി. ജോർജിന് ഈ പുതുമയുള്ള ഐറ്റംസ് ഒന്നുമില്ല. എല്ലാം പ്രാവശ്യം വന്ന് തബല വായിച്ചിട്ട് പോടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫീലായി. ഇന്നലെ രാത്രി ഇരുന്നുകൊണ്ട് ഒരു പുതിയ ഐറ്റം പ്രാക്ടീസ് ചെയ്തു. അതിവിടെ കാണിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. ഞാൻ ഞെട്ടിപ്പോയി സാർ. ആ ഐറ്റം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങൾ അപ്പം തന്നെ അംഗീകരിച്ചു. ഇങ്ങനെയാണ് വേണ്ടത്. അല്ല ബാക്കിയുള്ളവരും കൂടി ഞെട്ടട്ടെ. എല്ലാവരും ഞെട്ടിച്ചല്ലോ ജോർജ്. പുതിയ ഐറ്റം, എല്ലാവരും സഹകരണം വേണം, പ്രോത്സാഹനം വേണം. ഈ തിരുവോണ നാളിൽ നമ്മൾ അവതരിപ്പിക്കുന്നു പുതിയ ഐറ്റം. ദൂരെ ഒരു ഹെലികോപ്റ്റർ വന്ന് ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ വന്നു. ഹെലികോപ്റ്റർ ഇങ്ങനെ ദൂരെ വഴി അങ്ങ് പൊക്കോണം. അതിങ്ങനെ ലാൻഡ് ചെയ്യുമ്പോ വേറൊരു സംഗീതോപകരണത്തിന്റെ ശബ്ദത്തിൽ മാറും. ഹെലികോപ്റ്റർ മോർഫിംഗ്. സൂപ്പറായി. അത് പുതിയ ഐറ്റം അല്ലേ സാറേ? ഹെലികോപ്റ്റർ വന്നു, തബലയിൽ ഇറങ്ങി. ഹെലികോപ്റ്റർ വന്നു, ജോർജിനെ റാഞ്ചി കൊണ്ടുപോകുന്നു. ഷാജു, ഓണക്കാലത്തെ തിരുവോണമൊക്കെ അല്ലേ, എന്താ പരിപാടി? ഷൂട്ടിംഗ് നടക്കണം സാർ, പടം നടക്കണം. ഓണത്തിനും അതെവിടെയാ? ഒന്ന് ഗോകുലത്തിന്റെ തന്നെ എന്ന് പറയുന്നൊരു നടക്കുന്നു. പടക്കുതിരാൻ ഇരിക്കാൻ സമയമില്ല. കുഴപ്പമില്ല, നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, ഇവിടെ ഇരിക്കുമ്പോഴൊരു സുഖം. ഓട്ടമില്ല, നല്ല വേഷങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, അതൊരു വലിയ മാറ്റമാണ്. വലിയ മാറ്റം. ഇഷ്ടംപോലെ സിനിമകൾ നടക്കുന്നു, തിയേറ്ററിൽ വരുന്നു, സിനിമകളൊക്കെ ഓടുന്നു. അതെ അതെ അതെ. ഇടയ്ക്ക് പേരുകളൊന്നും വന്നില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഇടയ്ക്ക് ടി വി നോക്കിയിരിക്കുമ്പോ വൈഫ് വന്നിട്ടേ വന്നോ അപ്പൊ ജോർജിന് ടെൻഷൻ ഉണ്ടോ? എനിക്ക് ടെൻഷനില്ല. ഇല്ല സാറേ, ഞാനിപ്പോ ബിഗ് സിനിമ ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല, ഷോർട്ട് ഫിലിമാണ് ചെയ്യണത്. അതുകൊണ്ട് പേടിക്കണ്ടല്ലോ സാർ. ഷോർട്ട് ഫിലിമിലായ പ്രശ്നമില്ല. ഷോർട്ട് ഫിലിം ചെയ്തത് ജോർജ് ചേട്ടച്ചൻ. നേരത്തെ സിനിമ ചെയ്തിരുന്ന നേരത്തെ സിനിമ ഏത്? സാജമലത്തിൽ ജനിച്ചിട്ടുണ്ടാവില്ലല്ലോ, അപ്പൊ ഞാനെന്ത് ചെയ്യാനാണ്? അതാണ് അപ്പൊ ഞാൻ കുറച്ചും കൂടി ചെറുപ്പമായി. അതെ, അല്ല, അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്ന ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. ചേട്ടച്ചെന്നാണ് ആ ഷോർട്ട്. ഉള്ള കാര്യങ്ങളാണോ? ഉള്ള കാര്യമല്ല, ഇത് ഓണത്തള്ളല്ലേ. മാത്രമല്ല ഈ തള്ളായതുകൊണ്ടാണ് എനിക്ക് പേടി. ഓണത്തള്ളാണ് ഇതൊക്കെ. ഏലൂര് വരെ ഓടും. അതിനിടയ്ക്ക് കൂടി കാര്യങ്ങളും പറഞ്ഞു പോകണോ? മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്.